السلام عليكم ورحمة الله وبركاته. خلاصة الفقه 45. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. അശ്ശക്കു വത്വഹാറ, സംശയവും ശുദ്ധിയും. പല വിഷയങ്ങളിലായി സംശയങ്ങൾ വന്നേക്കാം. അപ്പോൾ അവിടെ നമ്മൾ ആ സംശയത്തിനല്ല, ഉറപ്പിനാണ് പരിഗണന കൊടുക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഓരോ മസ്അലകളും പറയുമ്പോൾ നമുക്ക് അത് വ്യക്തമാകും. ഒന്നാമത്തേത് അശ്ശക്കു ഫിൽ മാഇ, വെള്ളത്തിലുള്ള സംശയം. ലൗ ശക്ക, ഒരാൾ സംശയിച്ചാൽ ഫീ തഗയ്യുരി മാഇൻ, വെള്ളത്തിൻ്റെ പകർച്ചയിൽ സംശയിച്ചു. എന്താണ് സംശയം? ഹൽ ഹുവ ഖലീലുൻ, പകർച്ച കുറവാണോ, അം കസീറുൻ, അതോ കൂടുതലുണ്ടോ എന്നാണ് സംശയം. പകർച്ച കുറവോ കൂടുതലോ എന്ന് സംശയിച്ചാൽ എന്താണ് അവിടെ പ്രശ്നം? ഇപ്പം മഷി പോലെയുള്ള വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന വസ്തു കൊണ്ട് വെള്ളം പകർച്ചയായാൽ അവിടെ കൂടുതൽ പകർച്ചയുണ്ടെങ്കിലേ വെള്ളം തഹൂറ് എന്ന ആ പദവിയിൽ നിന്ന് മാറുകയുള്ളൂ, തഹൂറാകാതിരിക്കുകയുള്ളൂ. അതേസമയത്ത് മഷി പോലെയുള്ളത് കൊണ്ട് പകർച്ചയായി കുറഞ്ഞ പകർച്ചയേ ഉള്ളൂ എങ്കിൽ അവിടെ വെള്ളം തഹൂർ തന്നെയാണ്. അപ്പൊ ഇവിടെ പകർച്ചയുണ്ട്, മഷി കൊണ്ട് പകർച്ചയായതാണ്. അത് തഹൂറാണോ അല്ലേ എന്ന് തീരുമാനമാകണമെങ്കിൽ പകർച്ച കൂടുതലുണ്ടോ ഇല്ലേ എന്നറിയണം. അപ്പൊ ഇവിടെ സംശയമാണ്, കൂടുതലുണ്ടോ ഇല്ലേ എന്ന് സംശയമാണ്. ഔ ഫീ മുഗയ്യിരിൽ മാഇ, അല്ലെങ്കിൽ സംശയം എന്തിലാണ്? വെള്ളത്തെ പകർച്ചയാക്കിയതിലാണ്. പകർച്ച കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നുള്ളതല്ല, പകർച്ച നന്നായിട്ടുണ്ട്, കൂടുതൽ തന്നെയുണ്ട്. പക്ഷെ ഈ പകർച്ചയാക്കിയ വസ്തു ഏതാണ്? അതാണ് സംശയം. ഹൽ ഹുവ മുഖാലിത്തുൻ, അത് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതാണോ? ഔ മുജാവിറുൻ, അതോ അലിഞ്ഞു ചേരാത്തതാണോ? അപ്പൊ എന്താ പ്രശ്നം? മുജാവിർ, വെള്ളത്തിൽ അലിഞ്ഞു ചേരാത്ത മരക്കഷ്ണം പോലെയുള്ളത് കൊണ്ട് പകർച്ച വന്നാൽ അവിടെ കുറഞ്ഞ പകർച്ചയാണെങ്കിലും കൂടിയ പകർച്ചയാണെങ്കിലും കുഴപ്പമില്ല, വെള്ളം തഹൂർ തന്നെയാണ്. എന്നാൽ അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞതുപോലെ മഷി പോലെയുള്ള വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന മഷി പൊടി പോലെയുള്ളത് കൊണ്ട് വെള്ളം പകർച്ചയായാൽ അവിടെ കുറഞ്ഞ പകർച്ചയാണെങ്കിൽ കുഴപ്പമില്ല, വെള്ളം തഹൂർ തന്നെ. കൂടുതൽ പകർച്ച അവിടെയുണ്ടെങ്കിൽ വെള്ളം തഹൂറല്ല. അപ്പൊ ഇവിടെ ഒരാൾക്ക് സംശയമാണ്, ഇങ്ങനെ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നത് കൊണ്ടോ അല്ല അലിഞ്ഞു ചേരാത്ത മരക്കഷ്ണം കൊണ്ടാണോ പകർച്ചയായിട്ടുള്ളത് എന്ന് സംശയമാണ്. കാരണം അത് എന്തുകൊണ്ടാണ് പകർച്ചയായത് എന്ന് ഉറപ്പായെങ്കിലല്ലേ ഇവിടെ ഈ വെള്ളം, കൂടുതൽ പകർച്ചയുള്ള ഈ വെള്ളം തഹൂർ ആണോ അല്ലേ എന്ന് തീരുമാനമാവുകയുള്ളൂ. അപ്പോൾ എന്താണ് അവൻ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ സംശയം ഔ ഫീ മാഇൻ, വെള്ളത്തിലാണ് സംശയം.
എങ്ങനെയുള്ള വെള്ളം? വഖാ ഫീഹി നജസുൻ, നജസ് അതിൽ സംഭവിച്ചിരിക്കുന്നു, നജസ് അതിൽ വീണിരിക്കുന്നു. ലം യുഗയ്യിറുഹു, വെള്ളത്തെ അത് പകർച്ചയാക്കിയിട്ടുമില്ല, അങ്ങനെയുള്ള നജസ് വീണിരിക്കുന്നു. എന്താണ് അവന്റെ സംശയം? അബലഗ കുല്ലത്തൈനി, ആ വെള്ളം 2 കുല്ലത്ത് എത്തിയിട്ടുണ്ടോ? അംല, എത്തിയിട്ടില്ലേ? കാരണം 2 കുല്ലത്ത് എത്തിയിട്ടില്ലെങ്കിൽ അവിടെ പകർച്ച വേണം എന്നില്ല. നജസിനെ കണ്ടുമുട്ടിയാൽ തന്നെ ആ വെള്ളം തഹൂറല്ല. അതേ സമയത്ത് 2 കുല്ലത്ത് വെള്ളം അല്ലെങ്കിൽ 2 കുല്ലത്തിൽ കൂടുതലുള്ള വെള്ളം, അത് നജസ് വീണാൽ പകർച്ചയുണ്ടെങ്കിൽ മാത്രമേ ആ വെള്ളം തഹൂർ എന്ന പദവിയിൽ നിന്ന് നീങ്ങുകയുള്ളൂ. അപ്പൊ ആ പകർച്ച ഇല്ലെങ്കിൽ അത് തഹൂർ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംശയം, വെള്ളത്തിന്റെ പകർച്ച അത് കൂടുതലുണ്ടോ കുറവുണ്ടോ, അല്ലെങ്കിൽ പകർച്ചയാക്കിയ വസ്തു അത് വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നതാണോ അല്ല അലിഞ്ഞു ചേരാത്ത മരക്കഷ്ണം പോലെയുള്ളതാണോ, അല്ലെങ്കിൽ നജസ് വീണ വെള്ളം നജസ് വീണ് പകർച്ച വരാത്ത ആ വെള്ളം 2 കുല്ലത്തുള്ളതാണോ അല്ല 2 കുല്ലത്തിൽ കുറവാണോ, ഇങ്ങനെയൊക്കെ സംശയം വന്നാൽ ഫൽമാഉ, വെള്ളം ബാഖിൻ അലാ തുഹൂരിയത്തിഹി, അത് തഹൂറാണ്, അതിന്റെ തഹൂരിയത്തിന്റെ മേലിൽ അത് തഹൂറാണ് എന്ന നിയമമാണ് അതിനുണ്ടാവുന്നത്. ഫഇന്നഹാ മുതയഖനത്തുൻ, കാരണം തഹൂറാണ് എന്നതാണ് ഉറപ്പ്, അത് തഹൂറായിരുന്നല്ലോ. വസബബു സവാലിഹ, അത് തഹൂറാകുക എന്നത് നീങ്ങാനുണ്ടായ കാരണം മഷ്കൂക്കും ഫീഹി, അത് സംശയമാണ്. അപ്പൊ ഈ വിഷയത്തിലൊക്കെ അത് തഹൂറാണ് എന്നതിൽ നിന്ന് അത് നീങ്ങാനുള്ള കാരണം അത് സംശയമുള്ള കാര്യമാണ്. അപ്പൊ ആ സംശയത്തിനല്ല ഇവിടെ മുൻഗണന കൊടുക്കേണ്ടത്, നേരത്തെ ഉണ്ടായിരുന്ന ഉറപ്പിനാണ്, വെള്ളം തഹൂറാണ് എന്ന ഉറപ്പിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. വലൗ തയക്കന, ഒരാൾ ഉറപ്പാക്കി, ഒരാൾക്ക് ഉറപ്പാണ് എന്ത്? കസറത്ത് തഗയ്യുരി, പകർച്ച കൂടുതലുണ്ട് എന്ന് ഉറപ്പാ. നേരത്തെ വെള്ളത്തിൽ പകർച്ച ഉണ്ടായിരുന്നു, ആ പകർച്ച കൂടുതലുണ്ട് എന്ന് ഉറപ്പാ. പിന്നെന്താണ് സംശയം? വശക്ക ഫീ സവാലിഹ, അത് നീങ്ങിയിട്ടുണ്ടോ എന്നതിൽ സംശയം, നീങ്ങിയോ എന്നതിലുള്ള സംശയമാണ്. പകർച്ച നേരത്തെ നന്നായി ഉണ്ടായിരുന്നു, കൂടുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുണ്ട്, അത് നീങ്ങിയോ എന്ന സംശയമാണെങ്കിൽ ഫൽമാഉ ഗൈറു തഹൂരിൻ, അപ്പൊ വെള്ളം തഹൂറല്ലാത്തതാകുന്നു. കാരണം അവന്റെ ഉറപ്പെന്താണ്? കൂടുതൽ പകർച്ചയുണ്ട് എന്നാണ്. അത് നീങ്ങിയോ എന്നതിലാണ് അവന്റെ സംശയം. അപ്പോൾ ഇവിടെ ഉറപ്പിനാണ് മുൻഗണന കൊടുക്കേണ്ടത്, എന്നല്ലാതെ നീങ്ങി, ആ പകർച്ച നീങ്ങി എന്നതിനല്ല. അത് സംശയം ആണ്, സംശയത്തിന് പ്രസക്തിയില്ല. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.